ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം 27 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പുരാതന കാലം മുതൽ ആഫ്രിക്കൻ വനങ്ങളിൽ സിംഹങ്ങൾ ധാരാളമുണ്ട്. അവ ഗ്രാമങ്ങളിൽ കടന്ന് ആക്രമിക്കുക പതിവായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിംഹം അത് പാർത്തിരുന്ന വനത്തിന് സമീപമുള്ള ഗ്രാമത്തിൽ കടന്ന് ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. കാണാതായ മകളെ അന്വേഷിച്ച് പുറപ്പെട്ട മാതാപിതാക്കൾ അർത്ഥപ്രാണിയായി അവളൊരു കുറ്റിക്കാട്ടിൽ കിടക്കുന്നത് കണ്ടു. വളരെയധികം പരിക്കുകൾ പറ്റിയിരുന്നതിനാൽ കുട്ടി ജീവിക്കയില്ലെന്ന് കരുതി അവരുടെ ജാതിയുടെ ക്രൂരമായ ആചാരമനുസരിച്ച് അവളെ വനാന്തർ ഭാഗത്ത് ഉപേക്ഷിച്ചു. ഭയചകിതയായ പെൺകുട്ടി വലിഞ്ഞെഴിഞ്ഞ് ആ രാത്രിയിൽ ബഹുദൂരം സഞ്ചരിച്ചു. അവസാനം ദൂരെ ഒരു ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് പ്രകാശം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. അതിനോട് സമീപിച്ച് സഹായത്തിനായി ഉച്ചത്തിൽ കരഞ്ഞു. ദയനീയ ശബ്ദം കേട്ട് ആ ഭവനത്തിൽ പാർത്തിരുന്നതായ മിഷണറിയും ഭാര്യയും ഓടി വന്ന് അവളെ എടുത്തുകൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷകൾ ചെയ്തു. അവളുടെ മുറിവുകളെല്ലാം കെട്ടി. തുടർന്ന് പല ആഴ്ചവട്ടങ്ങൾ അവളെ വാത്സല്യപൂർവ്വം ശുശ്രൂഷിച്ചതിനാൽ അവൾക്ക് അവളെ രക്ഷിപ്പാനായി സാധിച്ചു. മാതാപിതാക്കളുടെ അടുക്കൽ പോകാതെ അവൾ അവരോടുകൂടെ പാർത്ത് മിഷൻ സ്കൂളിൽ പഠിച്ചു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. മിഷണറിയെയും ഭാര്യയെയും അവരുടെ ജോലികാര്യാദികളിൽ അവൾ സന്തോഷത്തോടെ സഹായിച്ചു. പ്രായമായപ്പോൾ സമർത്ഥയായ ആ യുവതിയെ മിഷൻ സ്കൂളിൽ അധ്യാപികയായി നിയമിച്ചു. അവളുടെ ഉത്തമ സാക്ഷ്യം മൂലം അവളുടെ ഗ്രാമത്തിൽ അനേകർ ക്രിസ്തുവിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് എത്ര സമ്പന്നമായിട്ടാണ് നമ്മളെ കരുതുന്നത്. നമ്മളുടെ ജീവൻ പട്ടുപോകാമായിരുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് തൻ്റെ ഉള്ളംകരങ്ങളിൽ നമ്മളെ വഹിച്ചു. അവൻ ദാനിയേലിനെ കരുതിയതുപോലെ എന്നെയും നിങ്ങളുടെയും സിംഹങ്ങളുടെ ഗുഹയിൽ നിന്നും അതിഭയങ്കരമായ ആപത്തിൽ നിന്നും അവൻ കാക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളെ ഉപേക്ഷിച്ചാലും ഞങ്ങളെ ചേർത്ത് കൊള്ളുന്ന ഒരു യഹോവയുടെ സ്നേഹം ഇന്ന് പ്രഭാതത്തിൽ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഓരോ നിമിഷവും കർത്താവ് ഞങ്ങളെ കരുതുന്ന ദൈവമാണ്, കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള വലിയ ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.